മുഖ്യമന്ത്രിയുടെ വാഹനം സ്വാഭാവികമായും നല്ല വേഗതയിലാണ് പോകുക, എസ്കോർട്ട് വാഹനങ്ങളുണ്ടാവും. അപ്പോൾ അതിലേക്ക് നിങ്ങൾ കയറി പോകണമെങ്കിൽ അത്രയും വേഗതയിലായിരുന്നു നിങ്ങളുടെ വണ്ടിയും പോയിരുന്നത്? ഞങ്ങളുടെ വാഹനം ഈ ഇസൂസു എന്ന് പറഞ്ഞ ഇസൂസു എന്ന് പറഞ്ഞ വണ്ടിയാണ്. അതിനകത്ത് മാക്സിമം പോയാൽ 80 സ്പീഡ്, 75 സ്പീഡ് മാക്സിമം പറ്റുള്ളൂ. 75 to 80 സ്പീഡേ പറ്റുള്ളൂ. അതിനും ഹൈ സ്പീഡിലാണ് നമ്മൾ CMൻ്റെ ബൈക്കുകളൊക്കെ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഈ സ്പീഡും വെച്ചിട്ട് ആ വണ്ടിയെ തടയാനോ അല്ലാതെ തന്നെ അതിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക? ഒരിക്കലും കഴിയാത്ത കാര്യങ്ങളാണ് ഈ ന്യൂസുകാരൊക്കെ അടിച്ചു വിട്ടിട്ടുള്ളത്. അതൊക്കെ അവർ തന്നെ ശരിക്കും നോക്കണം. പിന്നെ നമ്പർ പ്ലേറ്റ് ഇല്ലയെന്ന് പറഞ്ഞു. നമ്പർ പ്ലേറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ, ആ വണ്ടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഇപ്പോഴും അതങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഫ്രണ്ടിൽ 2 നമ്പർ പ്ലേറ്റ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചത് എന്താ വെച്ചാൽ അടന്ന് വീണപ്പോൾ അവിടെ വെച്ചു. കാരണം ഒരു AI ക്യാമറയിൽ നമ്മളെ സീറ്റ് ബെൽറ്റ് ഇടില്ലെങ്കിലും നമ്മളെ ഫ്രണ്ടിൽ നിന്നാണ് കാണുക. അപ്പോൾ നമ്പർ പ്ലേറ്റ് എന്തായാലും സ്വാഭാവികമായിരിക്കും നമ്പർ കിട്ടണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതങ്ങനെ വെച്ചത്. പിന്നെ ഇവർക്കറിയാം ഇന്നോ നാളായിട്ട് നമ്പർ വരും എന്നുള്ളത് ഷോറൂമിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ്. അതിൻ്റെ പേരിൽ നമ്മളെന്തോ ചെയ്തു, അത് വെച്ച് പോയതാണ്. ഇപ്പോഴും സ്റ്റേഷനിൽ കിടക്കുന്ന വാഹനത്തിൽ ഇപ്പോഴും നമ്പർ പ്ലേറ്റ് ഉണ്ട്. ബാക്കിലില്ല എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഞങ്ങളിപ്പോൾ കണ്ണൂരിനെ ഇവരെ പിന്തുടരുന്നുണ്ടെങ്കിൽ, ഒരു CMൻ്റെ വണ്ടി പോകുമ്പോൾ 10 വണ്ടി 11 വണ്ടിയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ കൂടുതൽ വണ്ടി വരുന്നത് അവർ ബ്ലോക്ക് ചെയ്യാനുള്ള അവർ ഉത്തരവാദിത്തമാണ്, ഞങ്ങളതല്ല. നമ്മൾ റോഡിലൂടെ പോകുന്ന ആളുകളാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും അനുകരിക്കരുത് എന്നുള്ളതാണ് ഈ ഒരു സമൂഹത്തിനോട് എനിക്ക് പറയാനുള്ളത്. പോലീസിന് വീഴ്ച പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? കാര്യം നിങ്ങളുടെ വാഹനം അങ്ങനെ പിന്തുടരുന്നുവെന്ന് പോലീസ് തെറ്റിദ്ധരിച്ചതാണോ? തീർച്ചയായും തെറ്റിദ്ധാരണയാണ് സാർമാർക്ക് പറ്റിയിട്ടുള്ളത്. കാരണം ഇതൊരു യൂണിറ്റാണല്ലോ. ആ യൂണിറ്റിൽ എത്ര വണ്ടി ലാസ്റ്റ് പോകുന്ന ഒരു ആംബുലൻസ് ഒരു ഈക്കോ വാനായിരുന്നു. ആ വാന് വളരെ പതിയെയാണ് പോയത്, അത്ര ഓവർ സ്പീഡിലൊന്നുമല്ല പോയത്. അതും കഴിഞ്ഞിട്ട് ഞങ്ങളെ തൊട്ട് മുമ്പ് 2 വാഹനം ഉണ്ടായിരുന്നു. ഒരു പോർച്യൂണർ ഉണ്ടായിരുന്നു ഗ്രേ കളറ്, ഒരു വൈറ്റ് കാർ ഉണ്ടായിരുന്നു. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈറ്റ് കാർ എന്നാണ് എറ്റിയോസ് ആയിരുന്നു, എറ്റിയോസ് ലിവ. ഈ 2 വാഹനത്തിൻ്റെ ബാക്കിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നു. അവന്മാർ നേരെ ഹൈവേ കയറിപ്പോയി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ സിറ്റിയിലേക്ക് കയറിയതാണ് വിഷയമായത്. അല്ല എങ്കിലും ഞങ്ങളും അവരെ പോലെ പോയിരുന്നു. പക്ഷേ ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഓവർടേക്ക് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. ആരും ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഹോൺ അടിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ അതിൻ്റെ കൂടെ അങ്ങനെ പോയി. സാറുമാർ പൊക്കോ അങ്ങനെ കാണിക്കുന്നുണ്ട്. ബാക്കിലുള്ള ആളുകളൊക്കെ പൊക്കോ എന്ന് പറയുന്ന രൂപത്തിൽ കാണിക്കുമ്പോൾ ഞങ്ങൾ പോകുന്നതാണ്. കൈ കാട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങളിപ്പോൾ ടൗണിൽ നിന്ന് കൈ കാട്ടിയപ്പോഴാണ് നിർത്തിയത്. അല്ല ഞങ്ങൾ ഓടിച്ചിട്ട് പിടിക്കുകയല്ല ചെയ്തത്. കൈ കാട്ടി സൈഡാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ്. അതുപോലെ അവിടെ ചെയ്താൽ മതിയായിരുന്നു. അത് തെറ്റായിട്ടല്ല, അവർക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അതിനൊന്നും ഞങ്ങൾ പിന്നെ സാറുമാരെ തെറ്റിദ്ധരിക്കാൻ അല്ലെ മോശമായിട്ട് ചിത്രീകരിക്കാനൊന്നും തയ്യാറല്ല. സാറുമാർ ഞങ്ങളെ വന്നു കാര്യങ്ങൾ പറഞ്ഞു, വരുമെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ എത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. FIR എല്ലാം ഇട്ടു. ഞങ്ങൾ പോക്കോ. കേസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? എൻ്റെ മക്കൾക്ക് അസുഖമായിരുന്നു, പനിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അർജൻറ്റായിട്ട് വന്നത്. എൻ്റെ കൂടെയുള്ള ആളെ മകൾക്കും പനിയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എത്തണം. ഞങ്ങൾക്ക് നാട്ടിൽ ഞങ്ങൾ തന്നെ ഉള്ളൂ. ഞങ്ങളൊക്കെ സന്നദ്ധ പ്രവർത്തനത്തിൽ ഇറങ്ങുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ നാട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനത്തിന് മറ്റുള്ളവരുടെ മലമൂത്രം എടുക്കാൻ പോകുന്ന ഒരാളുകളാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മളെ സുഹൃത്തുക്കൾക്കും നമ്മളെ കുടുംബങ്ങൾക്കൊന്നും അത് ഇഷ്ടമല്ല. അപ്പോൾ അവരൊക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തി നിർത്തിയിട്ടുള്ള ഒരു ലൈഫാണ് ഞങ്ങളത്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരും കയറിയിട്ട് ഇങ്ങനെയുള്ള സഹായങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ ഞങ്ങൾ തന്നെ വന്ന് എത്രയും ദൂരമാണെങ്കിലും വന്ന് ചെയ്യണം. അപ്പോൾ നമ്മളെ ഫാമിലി വിളിക്കുന്ന പെട്ടെന്ന് വാന്ന് പറയുമ്പോൾ പേരല്ലാതെ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. കേസ് എന്തെങ്കിലും നിലവിലുണ്ടോ? നിലവിൽ കേസുകളൊന്നുമില്ല. ഉള്ളതൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കാനുള്ള വിഷയങ്ങളേ ഉള്ളൂ. അങ്ങനത്തെ ഒരു കേസും കാര്യങ്ങളൊന്നും ഉള്ളൊരു വിഷയത്തിൽ പോകുന്ന ഒരാളല്ല. ഈ വിഷയത്തിലെ പിന്തുടരുന്ന സംഭവത്തിൽ കേസൊന്നും എടുത്തിട്ടില്ല. ഞങ്ങൾ FIR എടുത്തു, കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു, ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തു. പിന്നെ പൊക്കോളാൻ പറഞ്ഞു. 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ പോയി. പിന്നെ വേറെ എന്താ, നമ്പർ പ്ലേറ്റ് കൊണ്ടുവന്ന് ഒട്ടിച്ചതിന് ശേഷം വണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നമ്പർ പ്ലേറ്റ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി ഇവിടെ കാണിച്ച് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ തന്നെ കാണിച്ചിട്ട് വേണം എനിക്ക് നാട്ടിലോട്ട് പോകാൻ. എന്തായാലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ജീവിതമാർഗ്ഗമാണ് എൻ്റെ വാഹനം. അതിപ്പോൾ 2-3 ദിവസം സ്റ്റേഷനിൽ കിടക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാരെങ്കിലും അത് അനുകരിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നമ്മളെ സാറുമാരനെ അറിയിക്കുക, ഇന്ന മാതിരിയാണ് സംഭവങ്ങൾ,
ഇന്ന ഇത്രയും സ്പേസ് വിട്ടിട്ടാണ് വാഹനങ്ങൾ ഇനി ബാക്കിലുള്ള വണ്ടികൾ പോകേണ്ടതെന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതുപോലെ ചെയ്യുള്ളൂ. നമുക്കറിയില്ല. സാർമാർ അതായത് CM പോയ വാഹനം കഴിഞ്ഞ് പോയി 100 മീറ്റർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ പോകുന്നത്. അതിനെ കടന്നു പോകാനൊന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ AI ക്യാമറയിൽ അറിയാം, മറ്റുള്ള ഒരുപാട് വിഷ്വൽസ് ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നോക്കി അറിയാൻ പറ്റും. പക്ഷേ ചില മാധ്യമങ്ങൾ അടിച്ചു വിട്ടത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ കുടുംബങ്ങളൊക്കെ ഇപ്പോഴും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതൊന്നും ഒരിക്കലും ഒരാൾക്കും ഉണ്ടാവരുത്. വളരെ മോശമായി. കാരണം രാവിലെ തന്നെ ഒരു മഗ്ഗും പിടിച്ചിട്ട് 5 അംഗ സംഘം പിടിയിൽ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അങ്ങനെ അടിച്ചു വിടുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.